ഹായ് നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഴത്തൂർ അഗ്നിഹോത്രി ഇല്ലത്തിൽ നിന്നാണ്. ഈ മേഴത്തൂർ അഗ്നിഹോത്രി ഇല്ലത്തെക്കുറിച്ച് ഒരു വിശദമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നെടുങ്ങനാട് പ്രദേശം, ആ പ്രദേശത്തുണ്ടായിരുന്ന ദേശങ്ങൾ, അവയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നെടുങ്ങേതിരിപ്പാട് അല്ലെങ്കിൽ നെടുങ്ങാടിമാർ അവരൊക്കെ ആയിരുന്നു ആദ്യ കാലത്തുള്ള ഭരണത്തിലുണ്ടായിരുന്ന ആളുകൾ. പിന്നീട് വള്ളുവ കുന്നാതിരിക്കും സാമൂതിരിയുടെ കയ്യിലൊക്കെ ഈ സ്ഥലങ്ങൾ വന്നു. അതിന്റെ ചരിത്രമൊക്കെ പറയാം. പരമാവധി കുറച്ച് വിവരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. കിട്ടുന്ന വിവരം നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. പലതും നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ അറിവുകളായിരിക്കാം. ആ പ്രദേശങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ച് അവിടെയുള്ള ആ ദേശത്തുള്ള എന്തെങ്കിലും അവശേഷിപ്പുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മളെ കാഴ്ചകളിലേക്കും ചരിത്രത്തിലേക്കും പോകാം. നമുക്ക് ചരിത്രം നെടുങ്ങേതിരിപ്പാടിൻ്റെ കോവിലകമുണ്ടായിരുന്ന പള്ളിപ്പുറം പ്രദേശങ്ങളിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ പട്ടാമ്പി, നെല്ലായ, ചെർപ്പുളശ്ശേരി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തൂതപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലായി നിലനിന്നിരുന്ന ഒരു പഴയ നാട്ടുരാജ്യമായിരുന്നു നെടുങ്ങനാട്. നെടും കാലായ നാട് എന്നതായിരുന്നു അത്ര ശരിയായ പേര്. കാലായ എന്നത് കൃഷിയെ സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ നാട്ടുരാജ്യമായിരുന്നു നെടുങ്ങനാട്. ഇവിടുത്തെ രാജാവ് നെടുങ്ങേതിരിപ്പാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന് ഇരായിരൻ നാമൻ എന്ന പാരമ്പര്യ നാമവും ഉണ്ടായിരുന്നു അത്രേ. രണ്ടാം കൂറായി അറിയപ്പെട്ടിരുന്നത് നമ്പ്യാതിരിപ്പാടായിരുന്നു. അദ്ദേഹത്തിന്റെ പാരമ്പര്യ നാമം ഇരായിരൻ കടുങ്ങോൻ എന്നായിരുന്നു അത്രേ. തുടക്കത്തിൽ കിഴക്ക് കല്ലടിക്കോട് മുതൽ വെട്ടത്തുനാട് വരെ അടങ്ങുന്ന 152 ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു അത്രേ നെടുങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നത്. നമ്മളിപ്പോ നെടുങ്ങനാടിന്റെ പരദേവതയായി കണക്കാക്കിയിരുന്ന കൊടിക്കുന്നൽ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇനി ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് പറയാം, അതിനുശേഷം ചരിത്രം തുടരാം. ഇതൊരു കുന്നാണ്. ഈ കുന്നിന്റെ പേര് കോടി എന്നാണ് അത്രേ. അപ്പോൾ ഈ കോടി കുന്നിന്റെ മുകളിലുള്ള ക്ഷേത്രം എന്ന നിലയ്ക്കാണ് കോടിക്കുന്ന് ക്ഷേത്രം എന്ന് വിളിച്ചു വന്നിരുന്നത്. അത് പിന്നീട് കൊടിക്കുന്നായിട്ട് മാറിയതായിരിക്കാം. കോഴിക്കോട് സാമൂതിരി രാജയുടെ ട്രസ്റ്റിഷിപ്പിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. ഇതിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വടക്കു ഭാഗത്തും ക്ഷേത്രക്കുളങ്ങളുണ്ട്. നമുക്കിതിന് ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം ഐതിഹ്യമല്ലല്ലോ വിഷയം. പക്ഷെ ഒരു ചെറിയ ഒരു ഐതിഹ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലവും ഈ ക്ഷേത്രവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അത് ഐതിഹ്യമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇത് ചുറ്റും നടക്കുന്ന ഈ പാത എന്നാണ് പറയാന്ന് വിചാരിക്കുന്നത്. അത് മുഴുവനും കരിങ്കല്ലാണ്. എല്ലായിടത്തും ധാരാളം കരിങ്കല്ല് കാണാനുണ്ട്. പിന്നെ ഇതിന് തൊട്ട് ഇതിന്റെ 3 വശങ്ങളിലേക്കുള്ള പടികൾ കണ്ടോ? അവിടെ കാണുന്ന ആ പടികളൊക്കെ 12 അടിയിൽ കൂടുതൽ വീതിയുണ്ട്. 1 അടി ഘനവും 2.5 അടി വീതിയും 3 മുതൽ 6 അടി വരെ നീളവുമുള്ള കരിങ്കല്ലുകളാണ് ഇത്ര പാകിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തില് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഭാഗത്തേക്ക് പ്രവേശന കവാടങ്ങളുണ്ട്. പക്ഷെ തെക്ക് ഭാഗത്തേക്ക് മാത്രമില്ല. അതിന് ഒരു ഐതിഹ്യമുണ്ട്. ഞാൻ ഐതിഹ്യത്തിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയൊരു ഐതിഹ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് വരരുചിയുടെ മകനായ അഗ്നിഹോത്രി 99 യാഗങ്ങൾ നടത്തി ദേവതുല്യനായിരിക്കുമ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ജലാന്തർ ഭാഗത്തു നിന്നും ദേവാംശമുള്ള സ്വർണം, വെള്ളി, ചെമ്പ് എന്നീ ലോഹങ്ങളുടെ 3 ശൂലങ്ങൾ ലഭിച്ചു അത്രേ. സ്വർണശൂലം അഗ്നിഹോത്രി സ്വന്തം മനയിലും വെള്ളി ശൂലം നിളാതീരത്തും ചെമ്പുശൂലം കൊടിക്കുന്ന് ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചത്രേ. 1600 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ശൂലപ്രതിഷ്ഠ നടന്നതെന്ന് കരുതപ്പെടുന്നു. ഈ പറഞ്ഞത്ര പഴക്കം ഈ ശൂലങ്ങൾക്ക് ഉണ്ട് എന്നുള്ള അത്ര ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ചില ടെസ്റ്റുകൾ നടത്തിയപ്പോൾ മനസ്സിലായത്. ശൂലം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ. ആദ്യം ശിവന്റെ ക്ഷേത്രമായിരുന്നു അത്രേ ഇത്. പിന്നീടാണ് ഭഗവതി സാന്നിധ്യം കണ്ടെത്തിയത്.
ഈ പടിപ്പുരയുള്ള വീട് കേരളവ്യാസൻ എന്നറിയപ്പെട്ടിരുന്ന KP നാരായണ പിഷാരടിയുടെ ഭവനമാണത്രേ. MT വാസുദേവൻ നായർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ഈ കൊടിക്കുന്നൽ ഭഗവതി ക്ഷേത്രം. ഇതൊക്കെ പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഈ ഇതിന്റെയൊക്കെ കല്ലിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയായിരുന്നു ഈ ക്ഷേത്രം എന്ന്. ഇത് കണ്ടോ, നല്ല കുത്തിയിട്ടുള്ള ഇതാണ്, ഉണ്ടല്ലേ. ഇതിങ്ങനെ അലക്ഷ്യമാക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് ശരിക്കും സൂക്ഷിച്ച് വെക്കാം. ഇത് പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ. ഇങ്ങനെ കുറെ ഇതുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാഗം. ഇനിയും കാണിച്ചു തരാം. ഇത് കുളമാണ്, വടക്കു ഭാഗത്തുള്ള കുളമാണ്. കുളത്തിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, അവിടെ ആരും കുളിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആദ്യകാലങ്ങളിൽ കിഴക്ക് ഭാഗത്ത് മാത്രമേ കുളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വടക്കു ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തെക്കു ഭാഗത്തായിട്ട് കുളങ്ങൾ കുഴിച്ചു. അതൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ ഇങ്ങനെ തൂർന്നിട്ടുള്ള അവസ്ഥയിലാണ്. ഈ ഒരു കുളമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കല്ല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കല്ലുണ്ട് കണ്ടോ. ഇത് ഒരാളുടെ ഉയരമുണ്ട്, ഒരു 6 അടിയെങ്കിലും ഉണ്ടാവും ഈ കല്ലുകൾ കണ്ടോ. ഇതങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആൽമരങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആ ഐതിഹ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ചരിത്രം തുടരാം. അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് തൃത്താല ഭാഗത്തേക്കാണ്. തൃത്താലയ്ക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം കണ്ടത്. ഇതൊരു ഗംഭീര ക്ഷേത്രമാണ് കേട്ടോ. ആ പഴമ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. സമയക്കുറവുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, പുറമേ നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. പിന്നീട് ഒരിക്കലും വരാം. അപ്പൊ ഇതിനും ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ പഴമയുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടത്. അടുത്തത് നമ്മൾ തൃത്താല പാക്കനാര് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ പറയിപ്പറ്റ പന്തീരുകുലം എന്ന ഐതിഹ്യമായിട്ട് അതിനോട് ബന്ധപ്പെട്ട കാരക്കലമ്മ, അതുപോലെ അഗ്നിഹോത്രി, പാക്കനാര്, അതേപോലെ നാരായണത്ത് ഭ്രാന്തനൊക്കെ അതൊക്കെ ഇവിടെയാണ്, നെടുങ്ങനാട് പ്രദേശത്താണ് ഉള്ളത്. ഇതാണ് പാക്കനാര് ക്ഷേത്രം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുന്നില്ല, പുറത്തുനിന്ന് കാണിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അഗ്നിഹോത്രി ഇല്ലത്തേക്കാണ്. ഇല്ലത്തേക്ക് പോകാൻ വെള്ളിയാങ്കല്ലിൽ നിന്ന് വരാനുള്ള എളുപ്പവഴിയാണ് അത്. അപ്പോൾ ഇതാണ് അഗ്നിഹോത്രി ഇല്ലം. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാര്യമായിട്ട് ചരിത്രമൊന്നും പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രം തുടരാം. ഇത് മേഴത്തൂർ അഗ്നിഹോത്രിയുടെ 4 കെട്ടാണ്. അതായത് 4 കെട്ടിന്റെ വടക്കിനി ഭാഗമാണ്. ബാക്കിയുള്ളതൊക്കെ പൊളിച്ച് കളഞ്ഞു പോയിരിക്കുന്നു. പിന്നെ കുളപ്പുറ ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഈ നെടുങ്ങനാട് പ്രദേശത്തെ ആദ്യകാലങ്ങളിൽ പറമ്പുനാട് എന്നത്ര വിളിച്ചിരുന്നത്. പറമ്പുനാട് ഭരിച്ചിരുന്നത് വേളൂർ മുഖ്യനായിരുന്നു. പിന്നീട് ഇത് ഭാഗിക്കപ്പെടുകയും ചോള, ചേര, പാണ്ഡ്യന്മാരും വേളൂർ മുഖ്യന്മാരും അവരുടെ സേനാധിപന്മാരെ ഉപയോഗിച്ച് ഈ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നു അത്രേ. 2ാം ചേര സാമ്രാജ്യത്തിന് ശേഷം നിളാതീരത്ത് രൂപം കൊണ്ട സ്വതന്ത്രങ്ങളായ നാടുകളിൽ ഒന്നായിരുന്നു ഈ നെടുങ്ങനാട്. 12, 13, 14 നൂറ്റാണ്ടുകളിലായിട്ട് ആദ്യം നെടുങ്ങാടിമാരും പിന്നീട് തിരുമുൽപ്പാടുമാര്, ചെർപ്പളശ്ശേരി കർത്താക്കന്മാര് എന്നീ 2 കുടുംബങ്ങളിൽ നിന്നുള്ളവരും നെടുങ്ങേതിരിപ്പാട് സ്ഥാനം കയ്യാളിയിരുന്നു. നെടുങ്ങാടിമാരിൽ നിന്നും അവരുടെ ബന്ധുക്കളായിരുന്ന തിരുമുൽപ്പാടുമാര് അധികാരം പിടിച്ചെടുക്കുമായിരുന്നു. പിന്നീട് നാടിന്റെ കിഴക്കു ഭാഗങ്ങളിൽ സ്വാധീനം നേടി അധികാരത്തിൽ എത്തിയവരായിരുന്നു കർത്താക്കന്മാർ. ഇവിടുത്തെ മണ്ണും ജലവും കാലാവസ്ഥയും ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള കൃഷിയും ഭരണ സമ്പ്രദായവും ഈ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുമുഖ്യന്മാരോ പരിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കാം. വള്ളുവനാടിലെ ഉടയവർ വള്ളോടിമാരും ഏറനാടിലെ ഉടയവർ ഏറാടിമാരും ആയിരുന്നതുപോലെ നെടുങ്ങനാടിലെ ഉടയവരായിരുന്നു ആദ്യകാലങ്ങളിൽ നെടുങ്ങാടിമാർ. നെടുങ്ങാടിമാരുടെ ഭരണപ്രാപ്തിയില്ലായ്മ മൂലമായിരിക്കാം ബന്ധുക്കളായ തിരുമുൽപ്പാടുമാരും പ്രാദേശിക പ്രമുഖരായ കർത്താക്കന്മാരും നാടിന്റെ പടിഞ്ഞാറും കിഴക്കുമായി അധികാരത്തിലെത്തിയത്. കിഴക്കുന്നത്ത് നമ്പിടി, വയ്യവനാട്ട് നമ്പിടി, മണിയൂർ നമ്പിടി, തറക്കൽ വാരിയർ, വാക്കട നായർ, കാരക്കോട്ട് മൂത്തവർ, വീട്ടിക്കാട്ട് നായർ, തൃക്കിടിരി നായർ തുടങ്ങിയവരായിരുന്നു അത്രേ നെടുങ്ങനാടിലെ പടത്തലവന്മാരും നാടുവാഴികളും. ഇതിൽ കാരക്കാട്ട് മൂത്തവർ എന്ന കവളപ്പാറ നായർ മാത്രം സാമൂതിരിക്ക് വഴങ്ങാതെ പിന്നീട് നിന്നു എന്നാണ്. നെടുങ്ങേതിരിമാർ ആദ്യം താമസിച്ചിരുന്നത് പട്ടാമ്പി പള്ളിപ്പുറത്തിനടുത്തുള്ള ചെമ്പുളങ്ങാട് കോവിലത്തായിരുന്നു അത്രേ.
തന്റെ പടത്തലവന്മാർ കൂടുതൽ പ്രബലരാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ഒറ്റയ്ക്ക് നേരിടുവാൻ ത്രാണിയില്ലാതെ ആയപ്പോഴാണത്രേ അദ്ദേഹം ഈ നായർ പ്രമാണിമാരെ ഒന്ന് ഒതുക്കുവാൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി സാമൂതിരിയുടെ സഹായം തേടുന്നു. യുദ്ധച്ചെലവും ചില പ്രദേശങ്ങളും സാമൂതിരിക്ക് നൽകാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സാമൂതിരി നെടുങ്ങനാടിലേക്ക് വരുന്നത്. നെടുങ്ങേതിരിപ്പാടിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ നായർ പ്രമുഖന്മാർ സാമൂതിരിയെ കണ്ട് തങ്ങളുടെ രാജ്യത്തെ ഭരണസ്ഥിതിയും ഭരണാധികാരിയുടെ കഴിവുകേടും ബോധ്യപ്പെടുത്തിയിരുന്നു. നായർ പ്രമാണിമാരെ നേരിടാൻ സാമൂതിരിയെ ക്ഷണിച്ച നെടുങ്ങേതിരിപ്പാട് സാമൂതിരിയുടെ പടയുമായി എത്തിയപ്പോൾ സാമൂതിരി വാക്കുപാലിക്കുമെന്ന് വിചാരിച്ച ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നത്രേ. സാമൂതിരിക്ക് നെടുങ്ങനാടിലെ പടത്തലവന്മാർ കൂറു പ്രഖ്യാപിച്ചതോടെ എളുപ്പത്തിൽ ഈ പ്രദേശങ്ങൾ സാമൂതിരിയുടെ കീഴിലായി. അടുത്തത് നമ്മൾ പോകുന്നത് തൃത്താല ശിവക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രവും സാമൂതിരിയുടെ ട്രസ്റ്റിഷിപ്പിൽ ഉള്ള ക്ഷേത്രമാണ്. ഇതൊരു ഗംഭീര ക്ഷേത്രമാണ്. ഇതിൻ്റെ അകത്തുള്ള വിഗ്രഹം മണൽ കൊണ്ടുള്ളതാണ്. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഞാൻ ആ ഐതിഹ്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിന് നേരെ തൊട്ട് മുമ്പിലായിട്ട് ഒരു സ്കൂളുണ്ട്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്വകാര്യ സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം. അപ്പോൾ സ്ഥലം കയ്യേറാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ച ബോർഡായിരിക്കാം ഇത്. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇന്നൊരു ഉത്സവം നടക്കുകയാണ്. ഇത് 6ാമത്തെ ദിവസമാണ്. അതാണ് ഇത്രയും വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നീള നദി. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് നദിയും ഈ ക്ഷേത്രവുമായിട്ട്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. സാമൂതിരിക്ക് നെടുങ്ങനാടിലെ പടത്തലവന്മാർ കൂറ് പ്രഖ്യാപിച്ചതോടെ സാമൂതിരിക്ക് എളുപ്പത്തിൽ ഈ പ്രദേശങ്ങൾ കീഴടക്കാനായി. കവളപ്പാറ നായർ ഒഴികെയുള്ള നാട്ടുപ്രമാണികൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. കവളപ്പാറ നായർ യോജിക്കാത്തതിന്റെ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർക്ക് ആ വീഡിയോയിൽ കാണാം. കവളപ്പാറ കൊട്ടാരത്തെ കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വിജയാഘോഷ യാത്ര പോലെയാണത്രേ സാമൂതിരി നെടുങ്ങനാടിനെ പിടിച്ചെടുക്കുന്നത്. കൊടിക്കുന്നിൽ വെച്ച് നെടുങ്ങേതിരിപ്പാട് സാമൂതിരിയുടെ 2ാം കൂറായ ഏറാൾപ്പാടിന് മുന്നിൽ കീഴടങ്ങിയത്രേ. തുടർന്ന് ഏറാൾപ്പാട് കരിമ്പുഴ വരെ നടത്തിയ യാത്ര കൊട്ടിച്ചെഴുന്നള്ളത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. തൃത്താല മുതൽ കരിമ്പുഴ വരെയുള്ള പ്രദേശങ്ങൾ സാമൂതിരി കീഴടക്കുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ വഴിപാടാണ് ഈ നാണയം നിറയ്ക്കൽ. ഇത് നാണയങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ നെല്ലാണ് തോന്നുന്നു, അരിയോ നെല്ല് പറയാണ് പുറത്ത് ഇതിൽ ചാക്കിൽ കെട്ടിയിട്ടുണ്ട്. നെടുങ്ങേതിരിപ്പാട് കീഴടങ്ങിയോടുകൂടി നെടുങ്ങനാടിന്റെ താഴെയുള്ള പ്രദേശമായ കീഴ്ത്തലയും മുകൾ ഭാഗമായ മേത്തലയും സാമൂതിരി തന്റെ ഭരണത്തിന് കീഴിലാക്കുന്നു. അങ്ങനെ നെടുങ്ങേതിരിപ്പാട് ചെമ്പുളങ്ങാടിൽ നിന്നും പട്ടാമ്പിക്കൊപ്പത്തിന് അടുത്തേക്കുള്ള കോട്ടക്കോട്ടുകുറിശ്ശിയിലേക്ക് മാറി താമസിക്കുന്നു. സാമൂതിരിക്ക് കീഴ്പ്പെട്ട ശേഷവും ഈ പ്രദേശങ്ങൾ നെടുങ്ങനാട് എന്ന് തന്നെ അറിയപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്ഥലങ്ങൾ കീഴടക്കിയ ശേഷം 1792 മുതൽ നെടുങ്ങനാട് സാമൂതിരിയുടെ ഭരണപ്രദേശമായി കണക്കാക്കി. അതുകൊണ്ട് വള്ളുവ കൊനാതിരിക്കും സാമൂതിരിക്കും മാലിഖാന അനുവദിച്ചപ്പോൾ നെടുങ്ങേതിരിപ്പാടിന് മാത്രം ഒന്നും കിട്ടിയില്ല. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.